മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ജില്ലയിൽ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാം. മലപ്പുറത്തെ ജനങ്ങളുമായി സംവദിക്കാത്തവരാണ് ജില്ലയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇവിടെ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ജില്ലയെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജില്ലക്കാരോട് ഇടപെട്ടുകൊണ്ടിട്ട് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവർ പലതും പറയും. അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് അത് തള്ളിക്കളയാം. അത് അറിയിക്കണ അവജ്ഞയോട് കൂടി ഇത് മാത്രമേ പറയണം. മലപ്പുറം പ്രത്യേക രാജ്യമെന്ന അങ്ങേയറ്റം വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏതായാലും സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസ്താവന വിവാദമായപ്പോൾ മലപ്പുറത്ത് ഈഴവർ അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയാണ് താൻ സൂചിപ്പിച്ചതെന്ന് വെള്ളാപ്പള്ളി മയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവന ഏറ്റെടുക്കുകയാണ് BJP. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്ത് തെറ്റെന്ന് ചോദിക്കുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഈ ധ്രുവീകരണം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ന്യൂസ് പ്ലസ് ചോദിക്കുന്നു. എന്തിനീ മലപ്പുറം വിരോധം? പ്രിന്റു മഹാദേവാണ് BJPയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം പ്രിന്റു. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന മയപ്പെടുത്തിയിട്ടുണ്ട്. BJP മയപ്പെടുത്തുമോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടുള്ള സാമുദായിക സന്തുലനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈഴവ സമുദായം, പ്രത്യേകിച്ച് തീയ സമുദായം, അപ്പോൾ മലബാർ മേഖലയിൽ ഈഴവ സമുദായത്തെ തീയ സമുദായം എന്നാണ് അറിയപ്പെടുന്നത്. തീയ സമുദായം അനുഭവപ്പെടുന്ന സാമ്പത്തികവും വ്യാവസായികവുമായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ സമുദായാംഗങ്ങളുമായി നിലമ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ തൻ്റെ സമുദായാംഗങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഈ വെള്ളം കോരികളും വിറക് വെട്ടികളും മാത്രമായിട്ട് ജീവിക്കണോ? നമ്മുടെ തൊട്ടടുത്ത സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ നിരവധി തവണ പലതരത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അൺഎയ്ഡഡ് സ്ഥാപനമടക്കം എയ്ഡഡ് ആക്കാൻ വേണ്ടി നിരവധി തവണ മന്ത്രിമാരെ, മുഖ്യമന്ത്രി അടക്കം കാണുന്നു. പക്ഷേ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് തിരുത്തി പറഞ്ഞല്ലോ. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈഴവ സമുദായം, തീയ സമുദായം അനുഭവിക്കുന്ന സാമൂഹിക നീതിയുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മലബാർ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും പ്രബല വിഭാഗം തീയ സമുദായമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തീയ സമുദായത്തിൻ്റെ സംവരണമടക്കം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു രാജ്യസഭ MP ആയിട്ടുള്ള ആൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. OBC സംവരണം, സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും മതാധിഷ്ഠാനത്തിലുള്ള ഒരു സംവരണത്തെ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ OBC സംവരണം ഈഴവ സമുദായത്തിനും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട ഈഴവ സമുദായത്തിൻ്റെ സംവരണം മുസ്ലിം സമുദായം തട്ടിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഖ്യാതി കൃത്യമായിട്ട് ഈഴവ സമുദായങ്ങൾക്കിടയിലുണ്ട്, SNDP യോഗത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, മലപ്പുറം ജില്ലയിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു കാര്യം പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പോലും ഏത് രീതിയിലാണ് പ്രസ്താവനയെ എതിർക്കുന്നവർ മുഴുവൻ മലപ്പുറത്തുകാരാണോ ശ്രീ പ്രിന്റു? പിന്നെ മാത്രമല്ല, ഈ സാമൂഹ്യ നീതിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. സാമുദായികമായോ സാമൂഹ്യമായോ ആരെങ്കിലും അനുഭവിക്കുന്ന അനീതിയെക്കുറിച്ച് പറയേണ്ടുന്ന ഒരു പരാമർശമാണോ? അതിനെ ഇത്തരത്തിൽ വേണമായിരുന്നോ വ്യാഖ്യാനിക്കാൻ എന്നുള്ളതാണ്. അവിടെ സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്, ജീവിക്കാനെന്നല്ല ശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തോ ഒരു ഭീകര സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് പറയുന്നത്. നിങ്ങൾ ഒരു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തെക്കുറിച്ച് പറയുന്ന അതേ മനോഭാവത്തോടെ എങ്ങനെ മലപ്പുറത്തെക്കുറിച്ച് പറയാൻ കഴിയും പ്രിന്റു? അതില്ല, അതിനകത്ത് അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു 50% അർദ്ധസത്യമുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ബീഹാറിൽ നിന്ന് വന്ന രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരു യുവാവിനെ, അദ്ദേഹം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു രാത്രിയിൽ അദ്ദേഹം അകപ്പെട്ടു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈകകത്ത് ജയ് ശ്രീറാം എന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് കൊണ്ടോട്ടിയിലെ ഒരു പ്രദേശത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ തല്ലിക്കൊന്നത്. അതിനൊന്നും കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഒരാളുകളും വിഷയം ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കൂ, ഒരു അന്യദേശത്തിൽ നിന്ന് വന്ന് ഇവിടെ ജോലിക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയതിൻ്റെ പേര് അതിക്രൂരമായിട്ട് വേട്ടയാടിയ സ്ഥലത്ത്
പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത്? അങ്ങ് നോക്കൂ, കഴിഞ്ഞ റമദാൻ മാസം കഴിഞ്ഞല്ലോ, ഹിന്ദുക്കൾക്ക് നോയമ്പ് മാസം സ്വതന്ത്രമായി കഴിഞ്ഞല്ലോ. നടക്കുവാനുള്ള സാഹചര്യമില്ലേ പ്രിന്റു? അതാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകമായി അഡ്രസ് ചെയ്യപ്പെടണം. അങ്ങനെ ഹിന്ദുവിന്റെ അസ്തിത്വമാണ് നമുക്ക് നമ്മുടെ ഭാഷയുടെ, മലയാള ഭാഷയുടെ, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, അവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്റെ മാത്രമല്ല മലയാളികളുടെ മുഴുവൻ ആവശ്യമായിരുന്നു തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ച മണ്ണിൽ ഒരു പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അവിടെ മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തം കാരണം അതിനവിടെ സാധിച്ചിട്ടില്ല. തുഞ്ചൻ ജനിച്ച മണ്ണിൽ തുഞ്ചന്റെ പ്രതിമ വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ റമളാൻ മാസമായി കഴിഞ്ഞ പല കടകളും ഷോപ്പുകളും, ഒരു പക്ഷേ എന്ന് പറഞ്ഞ താലിബാനിനോ പാകിസ്ഥാനിലെ പോലെ ഇങ്ങനെ കടയടപ്പ് കാണില്ല. അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കട പ്രവർത്തിക്കാൻ അവിടെ സാധിക്കില്ല. പിന്നെ നോക്കൂ, അവിടെ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ജിഫ്രി തങ്ങളാണ് ഒരിക്കലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവർക്ക് കിട്ടിയ അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്ന സമയത്ത് ആ പെൺകുട്ടിയെ പരസ്യമായിട്ട് അവഹേളിച്ചത് ആരാണ്? പെൺകുട്ടിയെ കടത്തിവിട്ടെന്ന് ചോദിച്ചത് ഈ ജിഫ്രി തങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ ലിംഗസമത്വമുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? അപ്പൊ നോക്കൂ, മതത്തിനുള്ളിൽ ലിംഗസമത്വമുണ്ടോ എന്ന് പറയുകയല്ല. അങ്ങനെയെങ്കിൽ ബീഫ് കൈവശം വച്ചതിൻ്റെ പേരിൽ എത്ര പേർ ഇവിടെ തല്ലിക്കൊല്ലപ്പെടുന്നു? അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. എന്തെങ്കിലും സംഭവങ്ങൾ, ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അതുടൻ മലപ്പുറത്താകമാനം ഇങ്ങനെയാണ് എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? ആരെങ്കിലും ലിംഗനീതിക്ക് എതിരായ ഒരു നിലപാട് ഏതെങ്കിലും സാമുദായിക നേതാവ് സ്വീകരിച്ചാൽ എങ്ങനെയാണ് മലപ്പുറത്തുള്ളവരാകെ ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുന്നത്? അവിടെയല്ല ലക്ഷ്മി പത്മ, അവിടെയാണ് വിഷയം. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് മതമേധക്ഷന്മാരും മതമേധാവികളുമാണ്. ഇപ്പം നോക്കൂ, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസങ്ങൾ മാനിക്കപ്പെടണം. ഇവിടെ ഒരു MBA പ്രഖ്യാപിക്കണമെങ്കിൽ, MLA ലിസ്റ്റ് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഭാഗമല്ലാത്ത ഒരു കൊടപ്പനക്കൽ തറവാട്ടിലെ മതമേലധ്യക്ഷന്മാരാണ് ഒരു സമുദായത്തിന്റെ മുഴുവൻ കുത്തക അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ, മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അത് സത്യമാണ്. ആ സത്യത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ പലരും വിസ്മരിക്കുന്നു. അപ്പോൾ അവരതെങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിസ്മരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു പിന്നോക്കാവസ്ഥ വളരെ ദയനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കണക്കെടുക്കട്ടെ. അവിടുത്തെ വ്യാവസായിക പുരോഗതി, സാമൂഹിക പുരോഗതി, സാമ്പത്തിക പുരോഗതി, വിദ്യാഭ്യാസ പുരോഗതി, അവർ ഏതെങ്കിലും രീതിയിൽ അവിടെ ഈഴവ സമുദായം, തീയ സമുദായം ഒക്കെ ഉയർന്നു വരുന്നത് അവർക്ക് കിട്ടിയുള്ള അവരുടെ അവകാശങ്ങൾ പോരാടി നേടിയെടുത്ത സംവരണത്തിന്റെ മികവിലാണ്. ആ സംവരണം പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം മുഴുവൻ അവിടെ പോകുന്ന സമയത്ത് ഇവർ ആരെയാണ് ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് മത സാമുദായിക സന്തുലിതാവസ്ഥ, അവിടെ ജനസംഖ്യാനുപാതികമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മലപ്പുറം ജില്ലയിലുണ്ട്. ഇത് പറയുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് വർഗീയതയാവുക? മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിന്റു, ആ പ്രശ്നങ്ങളാണ് അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ പ്രസ്താവന ഇങ്ങനെയാകുമായിരുന്നില്ല. ആ കണക്ക് സഹിതം ഫാക്ച്വലായി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞേനെ. അതിനു മുന്നിൽ മറ്റു പോംവഴികളുണ്ട്, മറ്റാവശ്യങ്ങളുണ്ട്. വേണമെങ്കിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം തന്നെ മുന്നോട്ട് വയ്ക്കാം. കാരണം അങ്ങനെ ജനസംഖ്യാടിസ്ഥാനത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് ആ ജില്ലയിലെങ്കിൽ, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്. പക്ഷേ ആ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അതല്ല. അത് അങ്ങേയറ്റം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കണക്കുകൾ നിരത്തി അത് സംയമനത്തോടെ സംസാരിക്കേണ്ട ഭാഷയിൽ സംസാരിക്കാമായിരുന്നു. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമുക്കെല്ലാവർക്കും അറിയല്ലോ. കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നിരീക്ഷണം കൃത്യമായി നടത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ നിലപാടുകളൊക്കെ അദ്ദേഹം പല രീതിയിലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും കൂടെ മാറിയിട്ടുണ്ടാക്കാം. പക്ഷേ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ മലപ്പുറം ജില്ലയിൽ ഒന്ന് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ഒരു 10 ലക്ഷത്തോളം വരുന്ന തീയ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടായിരിക്കാം. ഒരു സ്ഥാപനം പോലും അവർക്കില്ല. അതേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ OBC സംവരണം അനുഭവിക്കുന്നു, ഒരേ സമയത്ത് തന്നെ മുസ്ലിം സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ളൊരു വസ്തുത അദ്ദേഹം അവിടെ പറയുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക രാജ്യമാണ് അല്ലെങ്കിൽ പ്രത്യേക സംവിധാനം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ പിഴപറ്റിയത്. പക്ഷേ അവിടെ വെച്ചിട്ട് പ്രത്യേക സംവിധാനങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങൾക്കകത്ത് ഒക്കെ അവിടെ വിവിധ വിഷയങ്ങൾ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അവിടെ ഇലക്ഷനിൽ മത്സരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് 4 സ്ഥലങ്ങളിലാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമിക്കുന്നത്. ആ FIR രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾ ഒരു സമുദായത്തിൽപ്പെട്ട
സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അവിടെ അന്യസമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് അവിടെ മത്സരിക്കാൻ സാധിക്കില്ല. ഒരു നോയമ്പ് സമയത്ത് ഒരു ഹിന്ദുവിന് അവിടെ കട തുറക്കാൻ സാധിക്കില്ല. അവിടെ തുഞ്ചത്താചാര്യന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ സാധിക്കില്ല. പരസ്യമായിട്ട് അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽ പോലെ പെൺകുട്ടിക്ക് അവിടെ പരസ്യമായിട്ട് ഒരു മത സ്വീകരണത്തിലോ ഒരു ഏതെങ്കിലും തരം സ്വീകരണങ്ങളിലേക്കും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സമുദായത്തിന്റെയോ നിലപാടല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന കാര്യത്തെ നിങ്ങൾ ആകെ മൊത്തം അത് മുസ്ലിങ്ങളുടെ നിലപാടാണ് എന്ന് പറയുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ലല്ലോ. ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു RSS നേതാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നമ്മൾ ഹിന്ദുക്കളാകെ ഇങ്ങനെയാണ് എന്ന് പറയില്ലല്ലോ. പക്ഷെ ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസ്താവനയ്ക്ക് മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട്, മറ്റാരെയോ സഹായിക്കാൻ കൂടി ഇത് ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിപ്പോകുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല 2 ദിവസം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പോയി കാണുന്നത്, BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ ആ സ്വാധീനമൊക്കെ ഈ പ്രസ്താവനയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പ്രിന്റു. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ AK ആന്റണി പറഞ്ഞിട്ടുണ്ടല്ലോ, സംഘടിത ന്യൂനപക്ഷം അവരുടെ അവകാശങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് നേടിയെടുക്കുന്ന AK ആന്റണി പറഞ്ഞിട്ടുണ്ടല്ലോ. ആദരണീയനായിട്ടുള്ള VS അച്യുതാനന്ദൻ, അദ്ദേഹം RSSകാരനൊന്നുമല്ലോ, അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം ചില സാമൂഹിക സത്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അത് വർഗീയതയാവുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹിക നീതിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ തീയ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടന ശ്രമിക്കുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞിട്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സമുദായ സംഘടന നേതാവ് എന്ന രീതിയിൽ തന്റെ സമുദായങ്ങൾക്കും അതിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ള ശാഠ്യം വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അദ്ദേഹം ഒരു സമുദായ സംഘടന നേതാവാണ്. പ്രത്യേകിച്ച് ഈ ഒരു തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയിലെ സമുദായ സംഘടനാ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ, അദ്ദേഹം പറഞ്ഞ കാര്യത്തെ BJP ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നന്ദി ശ്രീ പ്രിന്റു മഹാദേവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ മയപ്പെട്ടു, BJP മയപ്പെട്ടില്ല എന്ന് തന്നെയാണ് പ്രിന്റുവിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്.